CPM SNDP യോഗം ബന്ധത്തിൽ പുതിയ അസ്വാരസ്യങ്ങൾക്ക് വഴിതുറന്ന് വെള്ളാപ്പള്ളി നടേശൻ AN ഷംസീർ വിവാദം. CPM നേതാവും മുൻ സ്പീക്കറുമായ AN ഷംസീറിനെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശമാണ് ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള വാക്പോര് രൂക്ഷമാക്കിയത്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വർഗീയതയ്ക്ക് വളം വെക്കുന്നതാണെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന് യോജിക്കാത്തതാണെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുറന്നടിച്ചതോടെ വിവാദം രാഷ്ട്രീയ തലത്തിലേക്കും നീങ്ങുകയാണ്. ഷംസീറിന് മുസ്ലിം ലീഗിന്റെ മനസ്സാണെന്നും അദ്ദേഹം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അല്ലെന്നും കുറുക്കുവഴിയിലൂടെയാണ് നേതാവായത് എന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിമർശനം. SN ട്രസ്റ്റിന്റെ വാർഷിക പൊതുയോഗത്തിൽ സംസാരിക്കവെയായിരുന്നു CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ഷംസീറിനെതിരെ വെള്ളാപ്പള്ളി രൂക്ഷമായ പരാമർശങ്ങൾ നടത്തിയത്. ഇതിന് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തി. AN ഷംസീറിന് ലീഗിന്റെ ശബ്ദം എന്ന വിശേഷണം നൽകിയത് വർഗീയതയ്ക്ക് വളം വയ്ക്കുന്ന പ്രസ്താവനയാണെന്ന് CPM ആരോപിച്ചു. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളെ ഒന്നിപ്പിച്ച് സാമൂഹിക മാറ്റത്തിനായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPM. ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്ന പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചു കാണുന്നത് അംഗീകരിക്കാനാകില്ലെന്നും പാർട്ടി വ്യക്തമാക്കി. വെള്ളാപ്പള്ളിയുടെ പരാമർശം SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന് യോജിച്ചതല്ല എന്നും CPM കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ മതനിരപേക്ഷത രൂപപ്പെടുത്തുന്നതിൽ SNDP യോഗത്തിന് നിർണായക പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ പാർട്ടി ശ്രീനാരായണ ഗുരുവിന്റെ എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ് എന്ന ദർശനമാണ് സംഘടനയുടെ ചരിത്രപരമായ പ്രവർത്തനങ്ങൾക്ക് അടിത്തറയെന്നും പറഞ്ഞു. കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സ് രൂപപ്പെടുത്തുന്നതിൽ നിലപാടിന് വലിയ സംഭാവനയുണ്ടായിരുന്നു. അത്തരമൊരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ നിന്നും വർഗീയ വിഭജനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന ഉണ്ടാകുന്നത് അംഗീകരിക്കാനാകില്ലെന്നും CPM വ്യക്തമാക്കി. വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിന് ഷംസീർ നേരിട്ട് മറുപടി പറയാതെയാണ് മറുപടി നൽകിയത്. ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം പങ്കുവെച്ച് അസമത്വവും അജ്ഞതയുമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന ഗുരുവിന്റെ വാക്കുകളാണ് ഷംസീർ ഫേസ്ബുക്കിൽ കുറിച്ചത്. വെള്ളാപ്പള്ളിക്കുള്ള പരോക്ഷ മറുപടിയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. വിഷയം പാർട്ടിക്കുള്ളിൽ മാത്രം ഒതുങ്ങാതെ CPM നേതാക്കളും വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്തെത്തി. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന അസംബന്ധമായിരുന്നു എന്നാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രതികരണം. ഷംസീറിനെ വ്യക്തിപരമായി ആക്രമിക്കുന്നതിന് പിന്നിൽ വെള്ളാപ്പള്ളിയുടെ അസഹിഷ്ണുതയാണെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും ആരോപിച്ചു. പാർട്ടിയിൽ മതനിരപേക്ഷമായ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള നേതാവാണ് ഷംസീറെന്നും അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നുമായിരുന്നു രാഗേഷിന്റെ നിലപാട്. വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഷംസീർ ആരാണെന്ന് തീരുമാനിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ അല്ലെന്ന നിലപാടും CPM നേതൃത്വം ആവർത്തിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തെ തള്ളിക്കളഞ്ഞു. അതേസമയം വെള്ളാപ്പള്ളി ഷംസീർ തർക്കം വ്യക്തിപരമായ വാക്പോരിനപ്പുറം CPM SNDP ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. സമുദായ സംഘടനാ നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള ബന്ധത്തിൽ നേരത്തെ തന്നെ വിവിധ വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പുതിയ വിവാദത്തിൽ CPM ഔദ്യോഗികമായി SNDP നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഷംസീറിന്റെ രാഷ്ട്രീയ നിലപാടുകളെ വിമർശിക്കുന്നതും അദ്ദേഹത്തെ മതപരമായി അടയാളപ്പെടുത്തുന്നതും രണ്ടായി കാണണമെന്ന് തന്നെയാണ് CPM നിലപാട്.